ഹായ്, നമുക്ക് വാഷി ടേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ അടുത്ത് 2 വാഷി ടേപ്സാണുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റഡ് വാഷി ടേപ്സ് എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു പെയിൻറ്റിങ് ഇഷ്ടമുള്ള ഡ്രസ്സ് ഒരു പെയിൻറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വാഷി ടേപ്പ് ഏത് ഡ്രസ്സിന് എങ്ങനെ ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വാഷി ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം. കളയാണ്ട് പിശുക്കി വേണം ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഒട്ടിച്ച് വയ്ക്കുക. ഞാനിവിടെ ഒരു റെഡ് ഗ്രീന് മിക്സറായിട്ടുള്ളൊരു ടൈപ്പാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. അത് ഒരു ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് നമ്മളെ ഡ്രസ്സ് എന്തായാലും ഡ്രസ്സ് വരച്ചതിൻ്റെ ഒരു ചിത്രം നമുക്ക് പുറകിലൂടെ കാണാൻ പറ്റും, ജസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം. പേജ് കീറിപ്പോവരുത്, സൂക്ഷിച്ചത് ചെയ്യണം. കയ്യിൻ്റെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റ് രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും മാക്സിമം ഞാൻ എങ്ങനെയൊക്കെയോ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ ഒരു വാഷി ടേപ്പ് എടുക്കുകയാണ്. അതിനുള്ളിലിട്ടുന്ന ഷർട്ടിൻ്റെ പ്രിൻ്റ് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും അവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ചെയ്തതൊക്കെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത്. അത് വാഷി ടേപ്പ് ഒട്ടിക്കുന്ന ടൈമിലുള്ളൊരു ഇതൊക്കെയാണ്. കുറേ വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ച്, അതുകൊണ്ട് വന്ന കുറച്ച് മിസ്റ്റേക്കൊക്കെയാണ്. ബാക്കി ഭാഗം വന്നത് ഞാൻ കുറച്ച് കളറൊക്കെ കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്തത്. 2 വാഷി ടേപ്പ് ഒരു റെഡ് കളറും വെച്ചിട്ടാണ് ഇത്രയും ചെയ്തത്. വാഷി ടേപ്പൊക്കെ ഒരുപാട് പ്രിൻസ് ഉള്ളത് നമുക്ക് കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തുടക്കമായതുകൊണ്ടാണ്. ഇനി ഒരുപാട് വാഷി ടേപ്പ് വെച്ചിട്ടുള്ള ഡ്രസ്സ് തന്നെ ഒരുപാട് ഡിസൈൻ ചെയ്യണം. വരും വീഡിയോകളിലൊക്കെ അത് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബായ്.